ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം 2026 വരുന്ന വ്യാഴ സംക്രമത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ SMECT അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ദേവഗുരു എന്നറിയപ്പെടുന്ന വ്യാഴം വേദ ജ്യോതിഷത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഗ്രഹങ്ങളിലൊന്നാണ്. വ്യാഴം ഏറ്റവും ശുഭകരമായ ഗ്രഹമായിട്ടാണ് അറിയപ്പെടുന്നത്. വ്യാഴദൃഷ്ടി പതിക്കുന്നത് ഏറ്റവും പവിത്രമായിട്ടാണ് കണക്കാക്കുന്നത്. വ്യാഴദൃഷ്ടി പതിക്കുന്ന രാശികൾ വളരെയധികം സ്വാധീനം വർദ്ധിക്കുകയും ചെയ്യും. അത് സന്തോഷവും സമ്പത്തുമൊക്കെ വർദ്ധിപ്പിക്കും. പിന്നെ വ്യാഴം സന്താനം, ദൈവാനുഗ്രഹം, സമ്പത്ത്, അറിവ് എന്നിവയുടെയൊക്കെ കാരകഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ വർഷം വ്യാഴസംക്രമണം 2026 ജൂൺ 2 രാവിലെ 6:30 മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കപ്പെടും. ചന്ദ്രക്ഷേത്രമായ കർക്കിടകൻ രാശിയിൽ വ്യാഴം പ്രവേശിക്കുമ്പോൾ തന്നെ വ്യാഴത്തിൻ്റെ സ്വാധീനം പെട്ടെന്ന് വർദ്ധിക്കും. അതിനുള്ള പ്രധാന കാരണം കർക്കിടകം ഒരു ശുഭഗ്രഹത്തിൻ്റെ രാശി ആയതുകൊണ്ടും പിന്നെ വ്യാഴത്തിൻ്റെ ഉച്ചരാശി ആയതുകൊണ്ടുമാണ്. വ്യാഴം കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി തൻ്റെ ഉച്ചഫലങ്ങൾ നൽകാൻ തുടങ്ങുന്നു. 2026 വ്യാഴസംക്രമം വളരെ പ്രധാനപ്പെട്ട ഫലങ്ങൾ നൽകുന്ന ഒരു സംക്രമണമായിരിക്കും. അത് നിങ്ങളുടെ രാശിയിൽ എങ്ങനെയുള്ള ഫലമാണ് ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. കുംഭക്കൂറിൽ വരുന്ന അവിട്ടം 3, 4 പാദം, ചതയം, പൂരോരുട്ടാതിയുടെ 1, 2, 3 പാദം എന്നീ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്കും അതേപോലെ തന്നെ കുംഭലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും 2ാം ഭാവാധിപനും 11ാം ഭാവാധിപനുമായ വ്യാഴം 5ാം ഭാവത്തിൽ നിന്ന് 6ാം ഭാവത്തിലേക്കാണ് സംക്രമിക്കപ്പെടുന്നത്. പിന്നെ കുംഭരാശിയുടെ 2ാം ഭാവത്തിലേക്കും 10ാം ഭാവത്തിലേക്കും 12ാം ഭാവത്തിലേക്കുമൊക്കെയാണ് വ്യാഴദൃഷ്ടി പതിക്കുന്നത്. വ്യാഴം നിൽക്കുന്ന ഭാവത്തേക്കാൾ കൂടുതൽ ഗുണം ദൃഷ്ടി ചെയ്യുന്ന ഭാവങ്ങളിലേക്ക് ലഭിക്കും. പ്രത്യേകിച്ച് പറയാനുള്ളത് ദൈവാധീനം നേടിയെടുത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സേവനങ്ങൾ ചെയ്ത് നല്ല ഗുണാനുഭവങ്ങളൊക്കെ ലഭിക്കുവാനുമിടയുണ്ട്. കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങളും ഉണ്ടാകും. ഉദ്യോഗത്തിൽ പ്രമോഷൻ ലഭിക്കുവാനും സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം എന്നിവ കൂടി പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നിരുന്നാലും ശമ്പള വർധനവും പേരും പ്രശസ്തിയും അംഗീകാരവും എല്ലാം തന്നെ ലഭിക്കുന്ന ഒരു സമയക്കാലം തന്നെ. പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് അതേപോലെ ഇതുവരെ ജോലിയിൽ പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരുന്നവർക്കെല്ലാം ജോലി ലഭിക്കും. ജോലിയിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മറികടന്ന് മുന്നോട്ട് പോകാനാകും. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനമൊക്കെ ഉണ്ടാകുന്നതാണ്. അധികാരപ്രാപ്തി ഉണ്ടാകും. കർമ്മരംഗത്ത് നിന്ന് പല വിധത്തിലുള്ള നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. സർക്കാർ ജോലിക്കായി പരീക്ഷകൾ, ഇൻ്റർവ്യൂകളൊക്കെ പങ്കെടുക്കുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കും. നിങ്ങളുടെ ജനനകാല ജാതകത്തിലുള്ള ശനിയും സൂര്യനും ബലവാനാണെങ്കിൽ തീർച്ചയായും ഈ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി കൂടിയാകുമ്പോൾ തീർച്ചയായും ഗവൺമെൻറ് ജോലി ലഭിക്കും. ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ്. കടബാധ്യതകളൊക്കെ ഉള്ളവർക്ക് കടം വീട്ടി തീർക്കാനാകും. രോഗാരിഷ്ടതകൾ കൊണ്ട് വലയുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. ശത്രുശല്യം കുറയും. ധനധാന്യാദി വസ്ത്രാഭരണ ലാഭമൊക്കെ ഉണ്ടാകും. പിന്നെ ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവയും പ്രതീക്ഷിക്കാം. പൂർവിക സ്വത്ത് സ്വന്തം പേരിലാകാനും ഇടയുണ്ട്. അവയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങളും ഉണ്ടാകും. ജ്യേഷ്ഠ സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും. അവരിൽ നിന്ന് സഹായങ്ങളും പ്രതീക്ഷിക്കാം. ദാനധർമ്മങ്ങൾ ചെയ്യുവാനും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുവാനും ഇടയുണ്ട്. പാഴ്ചെലവുകൾ കുറഞ്ഞു വരുന്നതായി കാണാം. ബിസിനസ് രംഗത്ത് മുന്നോട്ട് പോകുന്നവർക്ക് ലാഭവർധനവുണ്ടാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനൊക്കെ കഴിയും. തൻ്റെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വർദ്ധിച്ചു തന്നെ നിൽക്കും. പിതൃസ്വത്ത് സംബന്ധമായ കാര്യങ്ങൾക്ക് തർക്കങ്ങളും വഴക്കും ഒന്നും കൂടാതെ തന്നെ
കാര്യങ്ങളൊക്കെ തീരുമാനത്തിലാകുന്നതാണ്. നാൽക്കാലി പരിപാലനം ഗുണപ്രദമായിരിക്കും. ജീവിതത്തിൽ താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു സാഫല്യമുണ്ടാകുന്നതാണ്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങളൊക്കെ വർദ്ധിച്ചു നിൽക്കും. എല്ലാ കാര്യത്തിലും ആഗ്രഹപൂർത്തീകരണം ഉണ്ടാകും. 2ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നത് 7.5 ശനിക്കാലം തുടരുകയാണ്. എന്നാൽ വ്യാഴദൃഷ്ടി ഏൽക്കുന്ന ശനി കൂടുതൽ ഗുണാനുഭവങ്ങൾ തരാൻ പ്രാപ്തനാണ്. അതുകൊണ്ട് തന്നെ ധനപരമായ എല്ലാ കാര്യങ്ങളിലും ഒരുപാട് ഗുണാനുഭവങ്ങൾ അനുഭവയോഗ്യമാകും. അതേപോലെ കുടുംബത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുള്ളവർക്ക് അവയെല്ലാം മാറി വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. അമ്മയുമായിട്ടോ അമ്മയുടെ ബന്ധത്തിലുള്ളവരുമായിട്ടൊക്കെയുള്ള നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനാകും. അമ്മയുടെ ആരോഗ്യകാര്യം തൃപ്തികരം തന്നെയാണ്. നിഗൂഢമായ ശാസ്ത്രജ്ഞാനമൊക്കെ ഉണ്ടാകും. കുറ്റാന്വേഷണ വിഭാഗത്തിൽ ജോലി നോക്കുന്നവർക്ക് തൻ്റെ കഴിവ് തെളിയിച്ച് മേലധികാരികളുടെ പ്രശംസ ഏറ്റുവാങ്ങാനൊക്കെ കഴിയും. ഇൻഷുറൻസ്, പോലീസ്, മിലിറ്ററി, ഫയർഫോഴ്സ് എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ മികച്ചു നിൽക്കും. പൊതുവെ കുംഭരാശി കുംഭലഗ്നക്കാർക്ക് ഈ വ്യാഴമാറ്റം വളരെയേറെ ഗുണാനുഭവങ്ങളും സാമ്പത്തിക നേട്ടങ്ങളുമൊക്കെ തന്നെ ഉണ്ടാക്കിത്തരും. ഈ പറയുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയിലുള്ള വ്യാഴസ്ഥിതി ഗ്രഹങ്ങളുടെ ഭാവബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദോഷഭാവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണോ നിൽക്കുന്നത് എന്ന് നോക്കണം. അത് മനസ്സിലാക്കി വ്യാഴത്തിനുള്ള പ്രതിവിധികളൊക്കെ ചെയ്യുക. ഓരോരുത്തരുടെയും ജാതകാടിസ്ഥാനത്തിൽ പ്രതിവിധികളിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും പൊതുവായ പരിഹാരങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് വ്യാഴാഴ്ച വ്രതമനുഷ്ഠിക്കുക, മഹാവിഷ്ണു പ്രീതി വരുത്തുക, മഹാവിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുകയാണെങ്കിൽ ജാതകവശാലുള്ള ചെറിയ തോതിലുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുകയും മുകളിൽ പറഞ്ഞ ശുഭഫലങ്ങൾ അനുഭവിക്കുവാനുമൊക്കെ കഴിയും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.